ഏതായാലും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഹിന്ദു ദിനപത്രത്തിനുള്ള ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു പാട്ടാണ്. അത് പണ്ട് ഈ പെരുന്നാളിനൊക്കെ മാപ്പിള ഗാനമായി ഇറങ്ങിയൊരു പാട്ടുണ്ട്. ഉടനെ കഴുത്തൻ്റെ തറുക്കുവാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്കുവാപ്പാ. ആ പാട്ടാണ്. അത് ഓർമ്മ വരാൻ കാരണം എന്താണെന്നറിയോ? ഈ കാര്യസാധനത്തിനായി ഹിന്ദുമത വിശ്വാസത്തിൽ സാധാരണ പൂജകളൊക്കെ നടത്താറുണ്ട്. ഇസ്ലാം മത വിശ്വാസത്തിൽ ഈ പ്രാർത്ഥനകൾ കൂടാതെ ചിലർ ഈ ഒലുഹിയ അറുക്കുക, ചില ബലിമൃഗത്തെ അറുത്ത് ഈ കാര്യസാധനങ്ങൾ നടത്താറുണ്ട്. ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദിഷ്ട കാര്യസ്മരണയ്ക്കായി അങ്ങനെയാണെങ്കിൽ മലപ്പുറത്തെയും പ്രത്യേകിച്ച് കാക്കാമാരെയും ഒന്ന് നടത്തിക്കളയാമെന്ന് വിചാരിച്ചു. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്കിന്ന് അതാണ് തോന്നിയത്. പണ്ട് നമ്മുടെ ശരീഅത്ത് വിഷയം വന്നപ്പോൾ ഇതുപോലെ സഖാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അവറുകൾ ഈ മതേതരത്വ പ്രഖ്യാപനം പോലെ ഒരു സംഗതി കൈകാര്യം ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ സഖാവ് VS മലപ്പുറത്തെ കുട്ടികൾ പരീക്ഷ എഴുതി ജയിച്ചപ്പോൾ അതിനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി ഒരു വർത്തമാനം പറഞ്ഞു. ഇതൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെ ചതുരംഗ പലകയിൽ കണക്ക് കൂട്ടുമ്പോൾ ചിലപ്പോൾ ലാഭം കിട്ടുന്ന ചില കച്ചവടങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലൂടെയും ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അനധികൃതമായ സംഗതികൾ വരുന്നതും വലിയ വലിയ കണ്ടെയ്നറുകളോളം ഈ മയക്കുമരുന്ന് വരുന്നതും ഒക്കെ ഗുജറാത്തിലാണ്. തിരുവനന്തപുരത്തും വരുന്നുണ്ട്. നമ്മുടെ സ്വപ്ന സുരേഷ് ആൻറ്റിയൊക്കെ അതുവഴിയാണ് കൊണ്ടുവന്നതെന്നാണ് കേസൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കോഴിക്കോട് ഈ പറയുന്ന എയർപോർട്ട് എന്ന് പറയുന്ന മലപ്പുറത്തുള്ള ഈ സംഗതി ഒന്ന് പറയുമ്പോൾ ഇല്ല, പാർലമെൻറ്റ് ഇലക്ഷന് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ, അത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറൊക്കെ പറഞ്ഞില്ലേ, എങ്ങനെ ഈ ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനം കൂടുതലായതുകൊണ്ട് ഈഴവർ മാറി ചിന്തിച്ചു എന്നൊക്കെ പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. യാതൊരു കാര്യമില്ലാത്തതാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് പ്രീണനമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. സംഗതി മാറി ചിന്തിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ BDJ സ്ഥാനാർത്ഥിയായതുകൊണ്ടും പിന്നെ കേന്ദ്രത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ വരുമെന്നും പിന്നെ ഈ രണ്ട് മുന്നണികളുടെ ഇടയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ മാറി വോട്ട് ചെയ്തുകൊണ്ടുമൊക്കെ. അപ്പോൾ അതിനെ തിരിച്ചു പിടിക്കാൻ ഒരു വായു ഗുളിക വിടാമെന്ന് വിചാരിച്ച് ഇപ്പോൾ പ്രധാനമായും നമ്മുടെ മുഖ്യമന്ത്രി വായു ഗുളിക വിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഈ VT ബൽറാൻ പറയുന്ന പോലെ ഇത് ഈ കള്ളക്കടത്തിനാണ് ഈ സംഗതികൾ വരുന്നത്, അത് രാജ്യദ്രോഹ പ്രവർത്തനത്തിനാണ്, സ്റ്റേറ്റ് വിരുദ്ധ പ്രവർത്തനത്തിനാണ് എന്നൊക്കെ നിർബന്ധമുണ്ടെങ്കിൽ എന്തൊക്കെ സ്റ്റേറ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുമാണ് ഈ സ്വർണം കൊണ്ട് കേരളത്തിൽ നടന്നത് എന്ന് പറയാൻ ബാധ്യതയുള്ള ആൾ ഈ 7-8 വർഷക്കാലം ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്ന സാക്ഷാൽ പിണറായി വിജയൻ സഖാവാണ്. അദ്ദേഹമാണിത് പുറത്ത് പറയേണ്ടത്. ഇന്ന ആളുകളെ അറസ്റ്റ് ചെയ്തു, ഈ വന്ന സ്വർണം ഇന്ന പർപ്പസിനാണ്, അത് വന്നത് ഇന്ന ആവശ്യത്തിന് ഉപയോഗിച്ചു, അല്ല ISIS തീവ്രവാദികളും എല്ലാം കൊണ്ടുവന്നോ, അല്ലെങ്കിൽ അൽഖ്വയ്ദ കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഹിസ്ബുള്ള കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഹമാസ് കൊണ്ടുവന്നോ എന്നൊക്കെ പറയേണ്ട അദ്ദേഹമാണ്. അദ്ദേഹം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, ഈ പറഞ്ഞ സംഗതികളൊക്കെ സാമ്രാജ്യത്വ വിരുദ്ധ സംഗതികളുടെ ഭാഗമാണെന്നൊക്കെ ഇന്നലെ പ്രസംഗിച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഈ ബലിയറുത്ത് ഇറച്ചി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം നോക്കുന്നത് ബാക്കി സമുദായക്കാർ ഇത് വാങ്ങുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മുസ്ലിം വിരുദ്ധത ക്രിസംഖികൾക്കിടയിലുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പോയ വോട്ടുകളൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു സംഗതിയുടെ ഭാഗമാണ് എന്നാണ് കരുതുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കലക്കി. ഈ ഇത്രയും കാലം ഈ പറയുന്നത് പോലെ RSSകാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വായോ എന്ന് ആ മാടി വിളിച്ച് കാക്കാമാരെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന അങ്ങേപ്പോലുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കരമായ സന്തോഷവും സുഖവുമൊക്കെ ആ സമൂഹം അനുഭവിക്കുന്നുണ്ടാവും. തലമുട്ടയടിച്ചാൽ പോലും കിട്ടാത്ത അത്രയും സുഖം.